ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്തൊക്കെയാണ് മക്കളെ, സുഖമല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട്. നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഫുൾ എനർജിയിലാണ് കേട്ടോ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോസ് എല്ലാം കാണുക. പിന്നെയെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പോയിട്ട് നമ്മൾ സബ്സ്ക്രൈബിൻ്റെ ആ ഒരു ബട്ടൺ ഇല്ലേ, അതിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ശരിയാവും കേട്ടോ. അത് നമ്മൾ കുറച്ച് വീഡിയോസ് ഇടാൻ ഡിലേ ആയില്ലേ, അന്നേരം വന്നൊരു പ്രശ്നമാണ്. എന്താ പറയുക, ഫുള്ള് ജലദോഷവും തൊണ്ടവേദനയെല്ലാം അതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോവാം. തമ്പനയിൽ കണ്ട പോലെ തന്നെ എന്താ പറയുക, വൈറ്റനിങ് ക്രീംസിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. എനിക്ക് അതിനെപ്പറ്റി വലിയൊരു അറിവൊന്നുമില്ല, പക്ഷേ എനിക്ക് അറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, ആർക്കെങ്കിലും ഉപകാരപ്പെടും അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ പേഴ്സണലി വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, വൈറ്റനിങ് എന്താ പറയുക പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്താ പറയുക, ഞാൻ ഇനിയും വെളുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തേച്ചാൽ എൻ്റെ അഹങ്കാരമായിരിക്കും ചിലപ്പം. നിങ്ങൾക്ക് ഈ വെളുപ്പെങ്കിലും ഇല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ വൈറ്റനിങ് ക്രീം തേക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയും ചിലപ്പം എന്താ പറയുക എന്നെ കാണുന്നവർ പറയുമായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്, വൈറ്റനിങ് പർപ്പസിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുമ്പം അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. കുറേ എല്ലാവരും എന്താ പറയുക വൈറ്റനിങ്ങിന് വേണ്ടി മാത്രമല്ല ഈ ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നത്. ചിലരെന്താണെന്ന് വെച്ചാൽ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്, മറ്റു ചിലരെന്താണെന്ന് വെച്ചാൽ പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട് ഇതെല്ലാം പോകാൻ വേണ്ടി. കാരണം വൈറ്റനിങ് ക്രീമിന് വൈറ്റനിങ് എന്നുള്ള പർപ്പസ് മാത്രമല്ല കേട്ടോ, ഒരുപാട് എന്താ പറയുക പർപ്പസ് ഉണ്ട്. നമ്മളെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ റിങ്കിൾസ് ഉണ്ടാവില്ല, നമുക്ക് ഏജ് ആവുന്നതിന് മുന്നേ നമുക്ക് ഇവിടെയൊക്കെ ഒരു തൂങ്ങൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നല്ല ഫേസ് സ്മൂത്ത് ആവാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വൈറ്റനിങ് ക്രീം എന്താ പറയുക യൂസ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് പേര് വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ വൈറ്റനിങ് ക്രീംസ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പണി കിട്ടിയവരാരും എൻ്റെ അറിവിലില്ല കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ ഷോക്കായി പോയിട്ടുണ്ട്. മുമ്പ് കണ്ട ആളല്ലല്ലോ ഇപ്പോൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയുന്നില്ലേ വൈറ്റനിങ് ക്രീം തേച്ചാൽ അത് നിർത്തുമ്പം എന്താ പറയുക നമുക്ക് 8ന്റെ പണി കിട്ടുന്നെല്ലാം. അതെന്തുകൊണ്ടാ വെച്ചാൽ അത് നമ്മൾ നിർത്തുന്നതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ്. എനിക്ക് അറിയുന്ന ഒരു, അതായത് ഞാൻ കേട്ടറിഞ്ഞതും ഞാൻ എന്താ പറയുക സെർച്ച് ചെയ്തിട്ടും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വൈറ്റനിങ് ക്രീം നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് നമ്മളത് നിർത്തുമ്പോൾ എന്താ നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ വീട്ടിലിരിക്കാനല്ല ചെയ്യുന്നത്, നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, നമ്മൾ കൂടുതലായിട്ട് ചിലപ്പം സ്ട്രെസ് അനുഭവിക്കുന്നവരായിരിക്കും. എന്താ പറയുക, നമ്മൾ സ്കിന്ന് നമ്മൾ പിന്നെ കെയർ ചെയ്യൂല. നമ്മൾ ഒരിക്കൽ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മളതിനെ തിരിഞ്ഞു നോക്കാണ്ടൊക്കെ എന്താ അവസ്ഥ. നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ചെടി കുറച്ച് വലുതായി, പിന്നെ നമ്മളതിനെ തിരിഞ്ഞു നോക്കുന്നില്ല. 2 പൂ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ കെയർ ചെയ്യുന്നെങ്കിൽ അത് ഫുള്ള് വാടിപ്പോവില്ലേ. അതേപോലെ തന്നെയാണ് നമ്മളെ സ്കിന്നിൻ്റെ അവസ്ഥയും. സോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ പുറത്ത് പോകുമ്പം സൺക്രീം യൂസ് ചെയ്യുക. നിർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസമൊക്കെ ഇപ്പോൾ ഈ ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അതിനെ ഇടവിട്ട് കൊണ്ടുവരിക, അങ്ങനെ നിർത്തിക്കൊണ്ടുവരിക. അപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. എല്ലാ വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫേസ് ട്യൂണിൻ്റെ വൈറ്റനിങ് ക്രീമാണ് കേട്ടോ. ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ 2 ബോട്ടിലുണ്ട്. കാരണം കുറേ നാൾ മുമ്പ് ഒരു ബോട്ടിലുണ്ടായിന്. ഇതുണ്ടോ, ഇതിപ്പം ഓൾമോസ്റ്റ് കഴിയാറായി. നല്ല മഞ്ഞളുടെ മണം വന്നിട്ട്, കാരണം ഇതിൽ എന്താ പറയുക കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മഞ്ഞളാണ്. അതുകൊണ്ട് നല്ല പച്ചമഞ്ഞളുടെ മണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 100% ആയുർവേദിക് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇവരെന്ന് വെച്ചാൽ 7 days കൊണ്ട് ഇവർ മാറ്റം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസിനും ഇത് അടിപൊളിയാണെന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫേസ് വൈറ്റനിങ് ചെയ്യാനും അതുപോലെ പിമ്പിൾസ് റിമൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് അടിപൊളിയാണ്. അപ്പം എനിക്ക് പേഴ്സണലി ഇത് അടിപൊളിയായി തോന്നി. നമ്മുടെ പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മളെ ഫേസ് ഫുൾ ക്ലിയർ ആവും. അതായത് എനിക്ക് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ പിമ്പിൾസ് ഉണ്ട്. എനിക്ക് പിമ്പിൾസ് വരുമ്പോൾ എപ്പോഴും മൂക്കിൻ്റെ ഇവിടെ ആയിരിക്കും കൂടുതൽ പിമ്പിൾസ് വരിക, എന്നിട്ട് ഇങ്ങനെ വലിയ മുഴ പോലെ ഉണ്ടാവും. സോ നമ്മളെ ഫേസ് നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ്. അപ്പം മുമ്പ് എൻ്റെ അടുത്ത് എന്താ പറയുക ഈ ഒരു വൈറ്റനിങ് ക്രീം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ ഫേസ് വാഷ് ഉണ്ട് ഇപ്പം. പിന്നെ ഞാൻ ഇവരുടെ തന്നെ സൺക്രീം പ്ലസ് മോയ്സ്ചറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യത്തിൻ്റെ കാര്യം പറയാം. ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ. ഇത് വൈറ്റനിങ് പർപ്പസ് എന്താ പറയുക
പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ അങ്ങനത്തെ കാര്യത്തിന് ഉപയോഗിക്കുന്നത്. ഇനി ഇവരുടെ ഫേസ് വാഷ് ഞാൻ ഏറ്റവും കൂടുതൽ, ഞാൻ മാത്രമല്ല എൻ്റെ കസിനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഫേസ് വാഷ്. ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ സാധനം എടുത്തപ്പോൾ അവൻ തന്നിട്ടുണ്ടായിട്ടില്ല. കാരണം അവൻ്റെ ഫേവറേറ്റ് ആണ്, അവൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ നല്ല എന്താ പറയുക, നല്ല ചെറുനാരങ്ങയുടെ മണം ഇവിടെ വരും, നല്ലൊരു റീഫ്രഷ്മെൻറ്റ് തരും കേട്ടോ നമുക്കിത് കൊണ്ട് ഫേസ് പിന്നെ കഴുകിയാലേ. അതുകൊണ്ടായിരിക്കും അവൻ എനിക്ക് തരാത്തത്. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് നമ്മളെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഫേസ് വാഷ് ഏതാണ്, അല്ലെങ്കിൽ മോയ്സ്ചർ ഏതാണ്, സൺക്രീം ഏതാണെന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പം നിങ്ങൾക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ പറയുക, ഇവരിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. സംഭവം അത്രയും അടിപൊളിയാണ്. ഇത് പ്രത്യേകിച്ച് അടിപൊളിയാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇത് സൺക്രീം മാത്രമല്ല, സൺക്രീം പ്ലസ് മോയ്സ്ചറാണ്. SPF 15 ഉണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, സൂര്യനിൽ നിന്ന് അത്രയും പ്രൊട്ടക്ഷൻ നൽകും കേട്ടോ ഇത്. അപ്പം നമ്മൾ എന്താ പറയുക, ക്രീമൊക്കെ ഇട്ട് രാത്രി കിടന്നിട്ട് രാവിലെ ഇത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്നായാൽ പോലും നമ്മൾ ഈ എന്താ പറയുക, ഇതിൻ്റെ പേര് സൺക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിലെല്ലാം ടെർമറിക്കാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിൽ അത്രയും ഒരു നാച്ചുറൽ ആയിട്ടുള്ള എന്താ പറയുക എഫക്റ്റ് ആയിരിക്കും ഇത് കൊണ്ടുവരിക. അപ്പം ഇതിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ വാട്സപ്പ് നമ്പറും കൊടുക്കുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി നോക്കുക. കാരണം ഇത് 100% ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് വെച്ചാൽ 7 days കൊണ്ട് നല്ല റിസൾട്ട് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ വൈറ്റനിങ് ക്രീംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അലർജി ഉള്ള ഫേസിൽ ഉപയോഗിച്ചുകൂടാ, അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഉപയോഗിച്ചുകൂടാന്നെല്ലാം. പക്ഷെ നമ്മുടെ ഈ ഒരു ഫേസ് ട്യൂണിൽ 100% നാച്ചുറൽ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ടെർമറിക്കാണ് കൂടുതലും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ലേഡീസിനെല്ലാം നല്ല രീതിയിൽ അവരെ സ്കിന്നൊക്കെ ആ സമയമാകുമ്പോഴേക്ക് നല്ല പിമ്പിൾസും എന്തൊക്കെയോ മാർക്സ് ഒക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അത്രയും അടിപൊളിയാണ്. മറ്റ് വൈറ്റനിങ് ക്രീമിനെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ല, ഇത് ഒരു ഫാസ്റ്റ് റിസൾട്ട് തരൂല. ശരിക്കും വൈറ്റനിങ് ക്രീം അങ്ങനെ ഒരു ഫാസ്റ്റ് റിസൾട്ട് തരാത്തായിരിക്കും നല്ലത്. കാരണം നമ്മൾ സ്കിന്ന് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ നമ്മുടെ പിമ്പിൾസൊക്കെ മാറി മാറി വരും. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. കുറച്ച് ഒരു 10 ദിവസം ആകുമ്പോഴേക്കാണ് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷം. അപ്പം ഇനി ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്താ പറയുക, ഞാൻ ആരെയും നിർബന്ധിക്കൂല കേട്ടോ നിങ്ങൾ വാങ്ങണം ഇതന്നെ യൂസ് ചെയ്യണം എന്ന് ഞാൻ ആരെയും നിർബന്ധിക്കൂല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ തന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറയുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. എന്താ പറയുക, നിർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ പതുക്കെ പതുക്കെ നിർത്തി കൊണ്ടുവരാം. പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ടും സൺക്രീം യൂസ് ചെയ്യുക. കാരണം നമ്മളെ സ്കിന്നിനെ എന്താ പറയുക, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കുറേ നാൾ കഴിഞ്ഞിട്ട് കെയർ ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം മുതലേ നമ്മളതിനെ കെയർ ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ പെട്ടെന്ന് നിർത്തിയാലും നമ്മൾ നാച്ചുറൽ റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സ്കിന്നിനെ എപ്പോഴും എന്താ പറയുക ബൂസ്റ്റ് ചെയ്ത് നിർത്തുക. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ടാറ്റാ ബൈ.